വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom ഫിഫ്ത്ത് സെമസ്റ്ററിനെ പറ്റിയിട്ട് ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള ആശങ്കകൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സെമസ്റ്റർ ഫിഫ്ത്ത് ആണോ? ഒരുപാട് സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. സോ എങ്ങനെ ഈ ഒരു സെമസ്റ്ററിനെ അപ്രോച്ച് ചെയ്യണം? ദെൻ അത് മാത്രമല്ല, ഈ ഒരു സെമസ്റ്ററിൽ സപ്ലി വരികയാണെങ്കിൽ ഒരു വർഷം നമ്മുടെ പോകുമോ? സോ ഏതൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത് ഫിഫ്ത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ള കുട്ടികൾക്ക്? സോ ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് എല്ലാ സെമസ്റ്ററിലും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഫിഫ്ത്ത് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പർ 1 ഇൻകം ടാക്സ്, നമ്പർ 2 അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്, നമ്പർ 3 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. BBA സ്റ്റുഡൻസിന്റെയും പ്രോബ്ലം പേപ്പേഴ്സ് അവൈലബിൾ ആണ്. സോ നമ്മൾ മൺഡേ മുതൽ ലൈവ് സെഷൻ ആരംഭിക്കുന്നുണ്ട്. അതിന്റെ റെക്കോർഡും അവൈലബിൾ ആണ്. സോ നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ BCom ഫിഫ്ത്ത് സെമസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് 6 പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 5 പേപ്പർ സാധാരണ എല്ലാ സെമസ്റ്ററിലും ഉള്ളതുപോലെ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പറും കൂടി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 പേപ്പർ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് പേപ്പേഴ്സ് കൂടുതലാണ് പഠിക്കാനുള്ളത് എന്ന് പറയാൻ കാരണം. പിന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ്. അവർക്ക് പ്രൊജക്റ്റിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്ത്ത് സെമസ്റ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെമസ്റ്ററിൽ 6 പേപ്പറും ഉണ്ട്, പ്ലസ് അല്ലേ എന്താണ് 6 പേപ്പേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ പ്രൊജക്റ്റ്, അതിൻ്റെ പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യണം. ഇതിൻ്റെ കൂടെ ഒരുപാട് കുട്ടികൾക്ക് പിന്നെ പറയാനുള്ളൊരു കാര്യം, ഞങ്ങളുടെ ഫൈനൽ ഇയർ ആണ്, ഡിഗ്രി കഴിയാറായി, ഒന്ന് എൻജോയ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കോളേജ് ടൂറ് അല്ലെങ്കിൽ കോളേജിലത്തെ പല പല അല്ലേ പരിപാടികൾ അതിൻ്റെ പിന്നാലെ നടക്കണു. എൻജോയ്മെൻറ്റ് വേറെ. ഈ വർഷം കഴിഞ്ഞാൽ കോളേജ് ലൈഫ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പഠിക്കാനുണ്ട്, പ്രോജക്റ്റ് ഉണ്ട്, എൻജോയ്മെൻ്റ് ഉണ്ട് അവിടെ. ഇതൊക്കെ കൂടിയിട്ടാവുമ്പോൾ പലരും പഠിപ്പിൻ്റെ കാര്യങ്ങളൊന്നും കുറഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ സംഭവിക്കരുത്. കാരണം നിങ്ങളുടെ റിസൾട്ട് വന്ന് 3 വർഷം കഴിയുമ്പോഴാണ് നിങ്ങളത് ബാധിക്കുക. എസ്പെഷ്യലി നമുക്ക് 3 പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ 1 ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് ഫോർ മൂന്നും കട്ടക്കി നിൽക്കുന്നതാണ്. ഇൻകം ടാക്സ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ടാക്സ് പഠിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സെമസ്റ്ററാണ് ഫിഫ്ത്ത് സെമസ്റ്റർ. ദെൻ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഈ ഒരു സെമസ്റ്ററിൽ സപ്ലി കിട്ടുകയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് റിസൾട്ട് വിത്തിൻ 1 month വരും. പിന്നെ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ എക്സാം അത് കഴിഞ്ഞിട്ട് ഇനി ഉണ്ടാവണമെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയർ ആവണം. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വർഷം പോവും, അതിനൊന്നും ഒരു സംശയമില്ല. മനസ്സിലാവണ്ടോ? ബാക്കിയുള്ള സെമസ്റ്ററിൻ്റെ പോലെയല്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കണം. നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് ആണ്. നമ്മൾ 4th സെമസ്റ്ററിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ചു. ഇവിടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ് വരുന്നത്. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് ആണ് ആദ്യത്തെ. ദെൻ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ഉണ്ട്. നല്ല രീതിയിൽ പഠിക്കാനുള്ള തിയറി പേപ്പർ ആണ്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേപ്പർ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്. ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് 6th വരുന്നുണ്ട്. നമ്മളതിൻ്റെ കോച്ചിങ് മൺഡേ മുതൽ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ്. മെജോറിറ്റി കുട്ടികൾ ഫിനാൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾക്ക് അവിടെയും പ്രോബ്ലം പേപ്പർ വരുന്നുണ്ട്. ഒരെണ്ണം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോപ്പറേഷൻ ആണെങ്കിൽ 2 തിയറി പേപ്പർ. അപ്പോൾ അങ്ങനെ 5 പേപ്പർ വരുന്നു. ദെൻ ഓപ്പൺ കോഴ്സാണ് പിന്നെ വരുന്നത്. അത് ഓരോ കോളേജിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലേ സെലക്ട് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ ഏതാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾ പഠിക്കണം. അങ്ങനെ 6 പേപ്പറും വിത്ത് 1 പ്രോജക്റ്റും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും പ്രോജക്റ്റ് വർക്ക് ഈ സെമസ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടവരാ. പല കോളേജിലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 6th ഇതിനെ പിന്നാലെ നടക്കാനുള്ള നേരം ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെന്താണ് കാര്യം എന്താണെന്നുള്ളത് കുട്ടികൾക്ക് ആർക്കും അറിയാണ്ടാവില്ല. എങ്ങനെ തുടങ്ങണം ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുന്ന സമയമായിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അതിനും വേണ്ടതായിട്ട് വരും.
അപ്പോൾ നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ എക്സാമിൻ്റെ സമയത്തുള്ള ലൈവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഓൺലൈൻ കോച്ചിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ ഞാൻ നൽകിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനാലിസിസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് 5th സെമസ്റ്റർ ബികോമിൻ്റെ ഡീറ്റെയിൽസ്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.